ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വാടക നിയന്ത്രണ കേസുകൾ മധ്യസ്ഥ തീരുമാനത്തിലൂടെ തീരുമാനിക്കാമെന്ന് സുപ്രീം കോടതി ഈ 2020 ഡിസംബർ 14 ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. അതിനെപ്പറ്റിയുള്ള അനന്തര ഫലങ്ങളുമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. വീഡിയോ പൂർണ്ണമായി കാണുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്നെ കൊണ്ടാകാവുന്ന വിധം ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. വിദ്യാദ്രോള വേഴ്സസ് ദുർഗ ട്രേഡിംഗ് കമ്പനി എന്ന കേസിൽ 2020 ഡിസംബർ 14 സുപ്രീം കോടതി ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. ഇത് പ്രകാരം കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിലുള്ള തർക്കങ്ങൾ ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ടിലൂടെ തീരുമാനിക്കാം എന്ന് സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം വാടക നിയന്ത്രണ കോടതിക്ക് പൂർണ്ണമായി അധികാരം കൈമാറിയിട്ടില്ലാത്ത കേസുകൾ അവ ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് 1996 അനുസരിച്ച് ആർബിട്രേറ്റർക്ക് ഒരു അവാർഡ് പാസ്സാക്കാവുന്ന, അവാർഡെന്ന് പറഞ്ഞാൽ ആർബിട്രേറ്ററിൻ്റെ ഉത്തരവിനാണ് അവാർഡ് എന്ന് പറയുന്നത്, അവാർഡ് പാസ്സാക്കാവുന്നതാണ്. ഈ അവാർഡ് നേരെ എക്സിക്യൂഷനിലേക്ക് പോകാവുന്നതാണ്. കേരളത്തിൽ തന്നെ എല്ലാ പ്രദേശങ്ങളും വാടക നിയന്ത്രണ കോടതിയുടെ പരിധിയിൽ വരുന്നതല്ല. വാടക നിയന്ത്രണം ആ നിയമം കൊണ്ടുവന്നപ്പോൾ ഷെഡ്യൂളിലുള്ള പ്രദേശങ്ങൾക്ക് പുറമെ പിന്നീട് നോട്ടിഫിക്കേഷനിലൂടെ ചേർത്ത മറ്റ് കുറേ പ്രദേശങ്ങളും മാത്രമേ വാടക നിയന്ത്രണത്തിൻ്റെ പരിധിയിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തെ കെട്ടിടങ്ങൾക്കും പിന്നെ സെക്ഷൻ 25 പ്രകാരം ഈ വാടക നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 60-ൽ പരം സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾക്കും സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുസ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ ഇവയ്ക്കൊന്നും വാടക നിയന്ത്രണം ബാധകമല്ല. ഈ കെട്ടിടത്തിനെ സംബന്ധിച്ചുള്ള എല്ലാ തർക്കങ്ങളും ആർബിട്രേറ്റർക്ക് തീരുമാനിക്കാവുന്നതാണ്. എന്നാൽ വാടക നിയന്ത്രണം ബാധകമായിട്ടുള്ള കെട്ടിടങ്ങളുടെ ഒഴിപ്പിക്കൽ ഒഴിച്ചുള്ള ബാക്കി കേസുകൾ, മറ്റ് വാടക ഈടാക്കിയെടുക്കുക, അങ്ങനത്തെ മറ്റ് വരുന്ന കേസുകൾ ഈ ആർബിട്രേറ്റർക്ക് തീരുമാനിക്കാവുന്നതാണ്. ഈ ആർബിട്രേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രഥമമായിട്ട് വേണ്ടത് ഒരു റിട്ടൺ എഗ്രിമെൻ്റ് ഇരു കൂട്ടരും തമ്മിൽ ആർബിട്രേഷനെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റ് വേണം. ഈ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റിനിൽ തന്നെ ഒരു ആർബിട്രേഷൻ ക്ലോസ് ചേർക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ഫ്രഷ് എഗ്രിമെൻറ്റിലൂടെ ഒരു ആർബിട്രേഷൻ എഗ്രിമെൻ്റ് തന്നെ ഉണ്ടാക്കുകയോ ആവാം. ഈ രണ്ടിലേതാണെങ്കിലും ഈ പാർട്ടീസ് തമ്മിലുള്ള കേസുകൾ ഒരു ആർബിട്രേറ്റർക്ക് അല്ലെങ്കിൽ ഒരു പാനൽ ഓഫ് ആർബിട്രേറ്റേഴ്സ് അതും ഈ എഗ്രിമെൻറ്റിലൂടെ തീരുമാനിക്കാവുന്നതാണ്. ആർബിട്രേറ്റർക്ക് തീരുമാനിക്കാവുന്നതാണ് ഇവർ തമ്മിലുള്ള കേസുകൾ. പാനൽ ഓഫ് ആർബിട്രേറ്റേഴ്സ് ആണെങ്കിൽ അത് ഒറ്റസംഖ്യ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. 1, 3, 5 അങ്ങനെ പോകാം. അങ്ങനെ കൂടുതൽ പേര് സാറിനെ വെക്കാറില്ല. ഒന്നാണ് സാറിനെ വെക്കുന്നത്. ചിലപ്പം ഒരു പാനൽ ഓഫ് ആർബിട്രേറ്റേഴ്സിനെ വെക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലുള്ള പാർട്ടീസിനും ഓരോരുത്തർക്കും ഒരാളെ വെക്കാം. ഈ രണ്ട് ആർബിട്രേറ്റേഴ്സും കൂടെ മൂന്നാമതൊരാളെ ആർബിട്രേറ്ററായിട്ട് എടുക്കാം. ആ ആർബിട്രേറ്റർ ആയിരിക്കും പ്രിസൈഡിങ് ഓഫീസർ. മറ്റേ രണ്ടുപേരും മെമ്പേഴ്സ് ആയിട്ടിരുന്നുകൊണ്ട് ഈ കേസ് കേൾക്കുകയും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് പാനൽ ഓഫ് ആർബിട്രേറ്റേഴ്സ്. ഇപ്രകാരം ആർബിട്രേഷൻ എഗ്രിമെൻ്റ് ഉള്ള കേസിൽ ഏതെങ്കിലും ഒരു സൈഡ് ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ എതിർ ഭാഗത്തിന് ആ കോടതിയിൽ ഈ ആർബിട്രേഷൻ ക്ലോസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആർബിട്രേഷനിലേക്ക് വിടണം എന്ന് അപേക്ഷിച്ചാൽ കോടതി അത് ആർബിട്രേറ്റർക്ക് റെഫർ ചെയ്യുന്നതാണ്. ആർബിട്രേറ്ററിൻ്റെ ഉത്തരവിന് ആർബിട്രൽ അവാർഡ് എന്ന് പറയും. ആർബിട്രൽ അവാർഡിന് ഒരു കോടതി ഉത്തരവിൻ്റെ അതേ സമാന സ്വഭാവമുള്ളതാണ്. സെക്ഷൻ 34 അനുസരിച്ച് ഇതിന് കോടതി ഉത്തരവിൻ്റെ അതേ
സ്വഭാവമുണ്ട്. ഈ ഉത്തരവ് എക്സിക്യൂഷനിലേക്ക് കൊടുക്കുക. അതായത് നേരെ വിധി മറ്റേതൊരു കോടതിയുടെ വിധി നടത്തുമോ അതുപോലെ തന്നെ വിധി നടത്തിന് കോടതിയിലേക്ക് സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആർബിട്രേറ്റർക്ക് വേണമെങ്കിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. സെക്ഷൻ 17 അനുസരിച്ച് ഈ ആർബിട്രേറ്റർ അല്ലെങ്കിൽ ആർബിട്രേഷൻ പാനലിന് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരവും ഉണ്ട്. ഈ ആർബിട്രേറ്ററുടെ അവാർഡിന് വേണമെങ്കിൽ കോടതിയിലേക്ക് ഈ അവാർഡ് ശരിയല്ല, അതിന് കാരണങ്ങൾ കാണിച്ചിട്ട് സെറ്റസൈഡ് ചെയ്യാനായിട്ട് കോടതിയിൽ പോകാവുന്നതാണ്. അങ്ങനെ സെറ്റസൈഡ് ചെയ്തതിന് വേണ്ടി കോടതിയിലേക്ക് പോകുന്ന സെക്ഷൻ 34 അനുസരിച്ചാണ്. അതിന് 120 ഈ അവാർഡ് പാസ്സാക്കി 120 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കേസ് സെറ്റസൈഡ് ചെയ്യാനായിട്ട് ഈ ഉത്തരവ് സെറ്റസൈഡ് ചെയ്യാനുള്ള കേസ് കൊടുക്കേണ്ടതാണ്. അതാണ് അതിൻ്റെ ലിമിറ്റേഷൻ പീരീഡ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടാൻ പാടില്ല. 90 ദിവസമാണ്, പിന്നെ ഒരു 30 ദിവസം എക്സ്റ്റൻഷനും കൂടെ കിട്ടും. അങ്ങനെ 120 ദിവസം പൂർണ്ണമായിട്ട് കിട്ടുന്നതാണ്. അതിനുള്ളിൽ ഈ അവാർഡ് ബയാസ്ഡ് ആണെന്നോ പ്രത്യേക കാരണങ്ങൾ കാണിച്ചിട്ട് സെറ്റസൈഡ് ചെയ്യാനായിട്ട് കൊടുക്കാവുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.